ചാളമീൻ കണ്ടാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കത് അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി കറി വെച്ച് കഴിക്കണം. അതാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാളമീൻ പച്ചയ്ക്കാണ് അരയ്ക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കാത്ത കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി എന്ന് പറയുമ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഞാൻ മിക്സിയിലിട്ട് അരച്ച തേങ്ങയാണിത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉലുവയും പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒത്തിരി അരയണ്ട, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഞാൻ മീനെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇളയ മോള് തുമ്പി മോള് മീൻ പൊരിച്ചത് മാത്രമേ കഴിക്കത്തുള്ളൂ. കറി വെച്ചത് അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ 2 ചാളമീൻ എടുത്തിട്ട് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ മുളക് പൊടിയൊക്കെ ചേർത്തത് അതുകൊണ്ട് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം പൊരിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ മണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഉണ്ടമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടമുളക് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ 2 കഷ്ണം മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. അതും നമ്മുടെ ഇവിടുത്തെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. ഉണങ്ങിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു തക്കാളിക്കയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ പറ്റിച്ച് വെക്കുന്നത് കൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കറിക്ക് നല്ല ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ, ഉപ്പും പുളിപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനും ഇതിനകത്തേക്ക് പറക്കി ഇടാവൂ. ഇപ്പോൾ ഞാനിപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന മോക്ക് വേണ്ടി പൊരിക്കാൻ വേണ്ടി വെച്ചിരുന്ന മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെ കിടന്ന് പൊരിയട്ടെ. അപ്പോൾ നമുക്ക് കറിയുടെ കാര്യം നോക്കാം. കറി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കറി. ചോറ് ഇട്ട് ഇനി എനിക്ക് ഈ ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു ചാളക്കറി മാത്രം മതി. കാരണം നല്ല എരിവും പുളിപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട. ഇത് മാത്രം കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ കറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.